ഗേസ് നിങ്ങൾ വിചാരിക്കും ഈ കുറ്റിക്കാട്ടിൽ എന്താണ് കാര്യം എന്ന് വിചാരിക്കില്ല. കുറ്റിക്കാട്ടി കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചെറുതണം എന്താണെന്ന് അറിയാമോ? ചെറുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഈ ഇലയാണ് ചെറുതണം എന്ന് പറയും. നമ്മളിത് ദേഹത്തൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ഇതാ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു റെസിപ്പി ഉണ്ടാക്കും. അപ്പോൾ ഈ കാടിനകത്ത് നിന്ന് പറിച്ചാണ് ഈ ചെറുതണം. ഇത് ചെറുതണം നമുക്കറിയാം, നമ്മുടെ കുട്ടികളുടെ നമ്മുടെയൊക്കെ ദേഹത്ത് പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൊറിയും. കാട്ടിലൊക്കെ ഉണ്ടാവുന്നതാണ് ചെറുതണം. ഇത് ചെറുതണമാണ് പൊന്നു, ചെറുതണം. ഇത് വെച്ചിട്ട് നമ്മൾ സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കും. ഇത് വെച്ചിട്ട് തോരൻ. പക്ഷെ ഇതൊക്കെ ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്ന നിലയാണ്. പക്ഷെ ഇതുകൊണ്ട് തോരൻ വെക്കാന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ ഇത് റെസിപ്പി ഉണ്ടാക്കി കഴിക്കുന്ന വീഡിയോ ആയിരിക്കും ഞങ്ങൾ ഇടുക. അപ്പോൾ നാളെ ഇതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ഇടും. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി കേട്ടോ. അത് കുഴപ്പമില്ല. ഇതാണ് ചെറുതണം, ചൊറി നിലകൊണ്ട് ഉണ്ടാക്കിയ തോരനാണ്. എന്നെ വിശ്വാസമാണോ? വിശ്വാസമാണ്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം ഞാൻ ഇത് ഈ ചൊറിയാതെ ഉണ്ടാക്കുന്ന റെസിപ്പി ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉണ്ടാക്കിയത്. അതിന് മുമ്പ് നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്ത് ഉത്തരവാദികളല്ല. അപ്പം നമുക്ക് എന്റെ വിശ്വാസമല്ലേ? നല്ല പിന്നെ മാങ്ങാ ഇഞ്ചി അല്ല, ഇഞ്ചിനെ പോലെ വേറെ സാധനമുണ്ട്, മാങ്ങാ ഇഞ്ചിയും നല്ല മുട്ട പൊരിച്ചതും ഈ ചെറുതണത്തിന്റെ ചോറും കൂടെ ഞാൻ കഴിച്ചു കാണിക്കണം. എന്റെ വിശ്വാസമല്ലേ? എങ്ങനെയുണ്ട് പറ. കൊള്ളാം. പക്ഷെ നിങ്ങൾ ആരും ഉണ്ടാക്കരുത്, ഞങ്ങൾ പറഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, ബൈ.